ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പം പെട്ടെന്നൊന്ന് സ്നാക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിച്ചിട്ടില്ല എങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടമാകും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വേഗം തന്നെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് 250 ml കപ്പിന് 1.5 കപ്പ് ആണ് മൈദയല്ല ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഉപ്പ് പൊടി ഇടുവാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ശർക്കര ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, അന്നേരം ഉപ്പ് ഒത്തിരി മുന്നോട്ട് നിൽക്കും, അതാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവ് ഒരല്പം കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു പ്രശ്നമില്ല. കുറഞ്ഞാൽ അതിനനുസരിച്ച് എന്താ പറയുക, തേങ്ങ അങ്ങനെ കടിക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കുറയുന്നുള്ളൂ. ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ശർക്കര ഞാനിവിടെ ഇങ്ങനത്തെ ശർക്കരയാണ് ഇട്ട് എടുത്തേക്കണത്. ശർക്കര ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂണോളം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ചീകിയ ശർക്കര ഒരു 8 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലർ ശർക്കരയ്ക്കകത്ത് കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ശർക്കര പാനിയാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ശർക്കരയുടെ മധുരവും എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എത്രമാത്രം മധുരം വേണം അതിനനുസരിച്ച് എടുക്കാമെന്നുള്ളൂ. കറക്റ്റ് ഏകദേശം ഒരു അളവ് പറഞ്ഞു എന്നുള്ളൂ, ഈ ഒരു 8 ടേബിൾ സ്പൂൺ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇച്ചിരി മധുരം വേണമെന്നുണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആകുമ്പം ഒരിത്തിരി മധുരം വേണം. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാമെന്നുള്ളൂ. ആദ്യം കുറച്ച് ചിരണ്ടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ കൂടെ വെള്ളവും കൂടെ ചേർക്കാനുള്ള, അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് പതിയെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കരയാണല്ലോ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കണേ, അതുകൊണ്ട് വായിൽ വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോർത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് മധുരം കുറവാന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുവാണ്. നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഏലക്ക പൊടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. വളരെ നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ, അതായത് പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും കിട്ടാണ്ട് തന്നെയുള്ളൊരു റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണിത്. അപ്പോൾ ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, നന്നായിട്ട് കുറുകിയിരിക്കാൻ പാകത്തിനുള്ള ബാറ്ററാണ് വേണ്ടത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനാണ്. വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടും തന്നെ ഉറയ്ക്കാണ്ട് വരും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാ ഇഡ്ഡലി തട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഒരല്പം എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷം വേണം കേട്ടോ ചൂടാക്കാൻ വെക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് കോരി ഒഴിച്ച് നമ്മൾ ഈ വെള്ളം ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ ഇങ്ങനെ പതിയെ പുറത്തേക്ക് വരുമല്ലോ, ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ഇടാം. അങ്ങനെ ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കണ തേങ്ങയുടെയും അതുപോലെ തന്നെ ഒരു തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തിയാണ്. ശർക്കര ആകുമ്പം അതും നമുക്ക് ഹെൽത്തിന് കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ ഇനിയൊരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം. നമ്മൾ ഈ പപ്പടം കുത്തിയൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. കുത്തി നോക്കുമ്പോൾ സ്റ്റിക്കിലേക്ക് പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഇത് വെന്തുന്നാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി തട്ടയിൽ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതപ്പം തന്നെ അങ്ങ് വാങ്ങി മാറ്റി വയ്ക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ പനിച്ച് ഇതിലേക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് എടുത്ത് വെക്കണതാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്